കേരളത്തിൽ ബി.ജെ.പി ക്രൈസ്തവ വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കാനായിട്ട് കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിലമ്പൂരിൽ കഴിഞ്ഞത്. അവിടെ ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്നത് 12%. ഈ വോട്ടുകൾ ബി.ജെ.പിക്ക് വേണ്ട തരത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് മർത്തോമ സഭാംഗമായ മോഹൻ ജോർജിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. കിട്ടിയ വോട്ടുകളും വളരെ പരിതാപകരമാണ്. അതായത് 2016 NDAയുടെ BDJ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 12,284 വോട്ടുകളായിരുന്നു. 2021 വന്നപ്പോൾ ബി.ജെ.പി നേരിട്ട് മത്സരിച്ചു. അപ്പോൾ ഇതാ 3,600 വോട്ടുകൾ കുറഞ്ഞ് 8,595 വോട്ടായി മാറി. ആ വോട്ടിംഗ് നിലയിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് പോയില്ല എന്നത് മാത്രമാണ് ആശ്വാസം. ഇത്തവണ 8,648 വോട്ടാണ് കിട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8,000 അവരുടെ അടിസ്ഥാന വോട്ടുകളാണ്. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ വേണ്ടത്ര ഇവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 12% ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മുഴുവനൊന്നും ബി.ജെ.പിക്ക് ലഭിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇവർ മലങ്കര സഭയ്ക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂര്. 12% ഉള്ളൂ. മലങ്കര സഭയാണ് അത് കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ളിടത്ത് മർത്തോമ സഭ അംഗമായിട്ടുള്ള മോഹൻ ജോർജിനെയാണ് അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത്. ഈ മർത്തോമ സഭയ്ക്ക് മുൻപേ തന്നെ ബി.ജെ.പിയോട് ഒരു അടുപ്പമുണ്ട്. മുൻപ് നമ്മുടെ മർത്തോമ സഭയുടെ മതമേലധ്യക്ഷനായ മാർ ക്രിസോസ്റ്റം തിരുമേനി, അദ്ദേഹത്തിൻ്റെ കാലം മുതലേ നരേന്ദ്രമോദിയുമായിട്ട് വലിയ അടുപ്പവും സഭയ്ക്കും ആ അടുപ്പവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മർത്തോമ സഭയിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. പക്ഷേ അത് മലങ്കര സഭയ്ക്ക് അനുകൂലമാകുന്ന തരത്തിൽ മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പോൾ മലങ്കര സഭയ്ക്ക് തന്നെ സ്വാധീനമുള്ള ചുങ്കത്തറ പഞ്ചായത്തിലടക്കം ഇവർക്ക് മുന്നേറ്റം ഉണ്ടായില്ല. ഇവിടെ 2016 1964 വോട്ടും 2021 1072 വോട്ടും കിട്ടി. ഇത്തവണ 1112 വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ എന്തുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് സുരേഷ് ഗോപി ഈ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ നന്നായി പ്രയത്നിച്ചു. അത് സഫലമാവുകയും ചെയ്തു. അവിടെ ബിഷപ്പ് ഹൗസും സഭാധ്യക്ഷന്മാരും ഒക്കെയായിട്ട് സുരേഷ് ഗോപി വലിയൊരു സൗഹൃദം നിലനിർത്തി എന്നുള്ളതാണ്. ഇപ്പോഴും അവിടുത്തെ ഈ സഭകളുടെയൊക്കെ തന്നെ വിശേഷ അവസരങ്ങളിലും പ്രവർത്തനങ്ങളിലും സുരേഷ് ഗോപി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നുണ്ട്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ബിഷപ്പുമാരുമായിട്ടും ക്രൈസ്തവ സഭയുമൊക്കെയായിട്ട് വളരെ അടുപ്പം നിലനിർത്തുന്നുണ്ട്. അതുപോലെ ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ അവരുമായിട്ട് സ്നേഹവിരുന്നൊരുക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നരേന്ദ്രമോദി എത്തിയ അവസരത്തിൽ കേരളത്തിലെ ബിഷപ്പുമാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ക്യൂ തന്നെയായിരുന്നു. അപ്പോൾ അത് ആ ബന്ധം കൂടുതലായിട്ട് ഉറപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇത് വോട്ടാക്കി മാറ്റുന്നതിൽ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. ഇപ്പം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നിലമ്പൂരിൽ മുസ്ലിം സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനും ആണ് മുന്നേറ്റമുള്ളത്. കൂടുതൽ പങ്ക് മുസ്ലിം സമുദായം, അതിന് തൊട്ടു പിന്നാലെയാണ് ഹിന്ദു സമുദായം. അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് ഈ എന്തിനാണ് ഒരു ബി.ജെ.പി സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നുള്ള ചിന്ത ബി.ജെ.പിയിൽ ആദ്യമേ ഉണ്ടായി. അത് UDFൻ്റെ വളരെ ഉറച്ച മണ്ഡലം, മുസ്ലിം വിഭാഗത്തിന് ആധിപത്യമുള്ള മണ്ഡലം എന്നുള്ളത് കൊണ്ട് തന്നെ ബി.ജെ.പി അല്പം ഒരു കാല് പിറകോട്ട് വെച്ചു. രാജീവ് ചന്ദ്രശേഖർ ആണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത്. അത് വന്നപ്പോൾ വോട്ടർമാരും അക്കാര്യത്തിൽ ഒരു
BJPക്ക് വോട്ട് കൊടുക്കുന്നതിൽ ഒന്നമാന്തിച്ചു. അവരും വിചാരിച്ചു ഏതായാലും ഒരു പിണറായി വിരുദ്ധ തരംഗം ഉണ്ട്, പിണറായിക്കെതിരെ വോട്ട് ചെയ്യണം, സ്വരാജിന് വോട്ട് ചെയ്യരുത്, അത് കോൺഗ്രസിന് വോട്ട് ചെയ്യുക, പിന്നെ പിണറായിയെ ചോദ്യം ചെയ്തുകൊണ്ടിറങ്ങിയ അൻവറിന് വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് ചിതറിപ്പോവുകയാണ് ചെയ്തത്. അല്ലാതെ ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ അവിടെ തടഞ്ഞിടാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഇത് വേണ്ട തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലൊരു മാതൃക കാണിച്ചു കൊടുക്കാമായിരുന്നു. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നല്ല പങ്ക് വോട്ട് BJPക്ക് ലഭിച്ചിരിക്കുന്നു നിലമ്പൂരിൽ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഇതൊരു മാതൃക തന്നെ ആകുമായിരുന്നു. ക്രൈസ്തവർ കൂടുതലായിട്ട് BJPയിലേക്ക് മാറുമായിരുന്നു. അത് ഉപയോഗപ്പെടുത്തണമായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും മണ്ഡലത്തിൽ വേണ്ട തരത്തിൽ ഉപയോഗിക്കണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഹൈന്ദവരുടെ തന്നെ വോട്ടിൽ നല്ലൊരു പങ്കും നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഈ ജനങ്ങളെ വിചാരിച്ച് BJP പിന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തിനവിടെ BJP സ്ഥാനാർത്ഥിക്ക് ഇനി വോട്ട് ചെയ്യുന്നത്? ഒരാൾ വേണം, അത് ഷൗക്കത്തിന് അനുകൂലമായി മാറട്ടെ എന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടവർ. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇവിടെ വോട്ട് കുറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ ഇത് പലപ്പോഴും BJPയിൽ ഒരു ചോദ്യം ചെയ്യപ്പെടലിന് ഇടയാകും. എന്തായാലും എല്ലാ മുന്നണികളിലും ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ UDFിൽ ഷൗക്കത്ത് വിജയിച്ചുവെങ്കിലും അൻവറിനെ UDFിലേക്ക് കയറ്റാത്തതിൻ്റെ പ്രധാന ഉത്തരവാദി VD സതീശനാക്കിയിരിക്കുകയാണ്. VD സതീശനെ പാർട്ടിയിൽ ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ ഈ സ്വരാജിന് ദയനീയമായ തോൽവി സംഭവിച്ചതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട, ചോദ്യം ഏറ്റുവാങ്ങേണ്ട ആൾ, ഉത്തരം പറയേണ്ട ആൾ പിണറായി വിജയനാണ്. പക്ഷെ ചോദ്യം ആര് ചോദിക്കുമെന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് പറഞ്ഞതുപോലെയാണ്. പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ പാർട്ടിക്ക് അകത്തുള്ള ആരെങ്കിലും ധൈര്യപ്പെട്ടിട്ടുണ്ടോ? അവരതിന് ഇനി കുറേ ഓണം കൂടി ഉണ്ണേണ്ടി വരും. BJPക്കകത്ത് ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെയും ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് ഇത്തരത്തിൽ ആദ്യം ഒരു തീരുമാനമെടുത്തു, BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതോ, അതും അവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അടവ് മാറ്റേണ്ടി വരും. ക്രൈസ്തവർ പലപ്പോഴും അടുത്തടുത്ത് വന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കണ്ണൂരിൽ ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞത്, ഞങ്ങൾക്ക് റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാമെന്ന് പറഞ്ഞത്. അത് വലിയ വിവാദമായതാണ്. അന്ന് പാംബ്ലാനിക്കെതിരെ CPMൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ്സുകാരും ഒക്കെ തന്നെ ഹാലിളകി ഇറങ്ങി എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഇതെല്ലാം കൈവിട്ടു പോയി എന്ന്. കാരണം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് CPMനും കോൺഗ്രസിനും വലിയ പരിക്കുകൾ ഉണ്ടാക്കും എന്നവർ മനസ്സിലാക്കി. അപ്പം എന്തായാലും നിലമ്പൂരിൽ നിന്ന് BJP ഒരു പാഠം പഠിച്ചുകൊണ്ട് അടവ് മാറ്റി ശക്തിയോടുകൂടി തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്.